ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം നമ്മുടെ എങ്ങനെയെങ്കിലും വന്ദനം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിൽക്കുന്നത്. അപ്പൊ മനോഹറിന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അവരെ കണ്ടപ്പോ പേടിച്ചോടിയെന്ന രീതി ചോദിക്കുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, എന്റെ വന്ദനെ അവിടെ ഒരു മൂന്നാല് പെണ്ണുങ്ങൾ വന്നില്ലേ, എല്ലാം മോശമാണ്. ആ മുമ്പിൽ നിൽക്കണില്ലേ, അവളുടെ പേര് കല്യാണി എന്നാ. ഒരിടക്ക് വരെ മോളെ പോലെ സംസാരിക്കാൻ കഴിയുമെന്നില്ലായിരുന്നു, ഈ ഇടക്ക് സംസാരശേഷി കിട്ടിയത്. എനിക്കങ്ങ് സംസാരിക്കാത്തത് കുറച്ച് സിമ്പതി ഉണ്ട്, പക്ഷെ അവൾ സിമ്പതിയുടെ പ്രണയമാണ് തെറ്റിദ്ധരിച്ചു. അവൾ എന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിലിട്ടോണ്ടിരിക്കുക. ആ സമയത്ത് വന്നേ മനസ്സ് വിചാരിക്കണ്ട, കള്ള അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ നിന്റെ വലയപ്പെട്ട പെണ്ണുങ്ങളല്ലേടാ, കല്യാണിയെ ചൊഴിച്ച് എന്നിങ്ങനെ വരുൺ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. ശേഷം മനോഹർ പറയണ്ട, അവൾക്ക് മാത്രമല്ല കുഴപ്പം, അവളുടെ കൂടെ ഒരു മൂന്നാല് പെണ്ണുങ്ങൾ വേറെ വന്നില്ലേ, അവളുമാരും കണക്കാ, എല്ലാത്തിനും കല്യാണം കഴിഞ്ഞവരാ. എന്നിട്ട് പുതിയ പുതിയ ആണുങ്ങളെ തേടി നടക്കും അവര്. ഈ ഹോട്ടലിലും അതുപോലെ തന്നെ വലിയ വലിയ റെസ്റ്റോറന്റിലൊക്കെ കയറും. ഏതെങ്കിലും സമ്പന്നരായിട്ടുള്ള ആണുങ്ങളുണ്ടെങ്കിൽ അവിടെ തോളി തൂകാനായിട്ട്, മോളെ നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ കേട്ടോ എന്ന് പറയാണ്. ഇങ്ങനെ എത്ര പെണ്ണുങ്ങൾ എന്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയാവോ, പക്ഷെ ആരുടെ മുമ്പിൽ ഞാൻ വീണിട്ടില്ല. ഞാൻ ഈ വന്ദനയുടെ മുമ്പിലാണ്ട് ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീണിട്ടിലിട്ട മോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് വണ്ടി എടുക്കാട്ടോ. നമ്മുടെ വരുണിനാണെങ്കിൽ ചിരി വരുവാണ്. അതിനുശേഷം മനോഹർ പോയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വരുൺ അങ്ങോട്ടേക്ക് റെസ്റ്റോറന്റിലേക്ക് വീണ്ടും വരുവാണ്. കല്യാണിയും അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നു കേട്ടോ. ആ സമയത്ത് കല്യാണി പറയണ്ട, അവൻ പോയോ? പോയി എന്ന് പറയാണ്. വരുണിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും അവിടുത്തെ ആ ഒരു ചേട്ടൻ ഇങ്ങനെ അതായത് ആ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുവാട്ടോ. ഇതാണായിരുന്നു എന്ന രീതി നോക്കുമ്പോഴേക്കും കല്യാണി പറയണ്ട, അത് ചേട്ടാ വേറൊന്നല്ല, എപ്പോ പോയോ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ, ഇവളുടെ കൂടെ ഇയാളുടെ കൂടെ നിന്നിരുന്ന ആള് മനോഹർ എന്ന പേര്, എല്ലാ പെണ്ണുങ്ങളും ചതിച്ചു പറ്റിക്കുന്ന ഒരാളാ, അയാൾക്കിട്ട് പണി കൊടുക്കാനായിട്ടാണ്. എനിക്കറിയാം, ചേച്ചി എല്ലാവരോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നാ. പയ്യൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. അത് സെർവ് ചെയ്യുന്ന പയ്യാണത്. എന്നിട്ട് 5 ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് കല്യാണി പറയുമ്പോഴേക്കും അയാൾ അത് എടുക്കാൻ വേണ്ടി പോകുവാണ്. ശേഷം കല്യാണി ചോദിക്കണ്ടല്ല, അവനിവിടുന്ന് ഓടി രക്ഷപ്പെട്ടതിന്റെ കഥ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ, ഒന്നും പറയണ്ടേ കല്യാണിച്ചി, അത് പറയാതിരിക്കണം നല്ലത്. എന്തു പറ്റി വരണേ? അവൻ പറയാ, അവനെ ചില പെണ്ണുങ്ങളുണ്ടല്ലോ സംസാരിക്കാൻ കഴിയാത്ത അംഗവൈകല്യമുള്ള പെണ്ണുങ്ങൾ, അവർക്കൊക്കെ ചെറിയൊരു താല്പര്യം, അതായത് ചെറിയൊരു അനുകമ്പ ഉണ്ടെന്ന്. അതുപോലെ കല്യാണി ചേർത്തും ചെറിയൊരു അനുകമ്പ തോന്നുന്നു, പക്ഷെ കല്യാണി ചേച്ചി അത് പ്രണയാന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവന്റെ പുറകെ ഭയങ്കര നടപ്പായിരുന്നു എന്ന്. ഇപ്പൊ കല്യാണിച്ചിയുടെ കല്യാണം കഴിഞ്ഞു കുഞ്ഞുണ്ടായിട്ടും അവന്റെ പുറകെ നടപ്പാണെന്നാ പറഞ്ഞത്. അത് മാത്രല്ല, ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം മോശപ്പെട്ട പെണ്ണുങ്ങളാണെന്ന രീതിയിലാണ് അവൻ പറഞ്ഞത്. അവനുണ്ടാക്കിയ കഥ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ ചിരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുലും വിക്രവും പ്രകാശും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാഹുൽ പറയുന്നുണ്ട് പ്രകാശോട്, എടാ പ്രകാശ, നിന്റെ മോള് ഇന്ന് വിധവയാവോടാ. എടാ രാഹുൽ, എന്നിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവളെ എന്റെ മോള് പറയരുതെന്ന്. നോക്കി, എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളെന്റെ മോളെന്ന് പറയണതും എനിക്ക് കേൾക്കണതും എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ആവട്ടെ, അവൾ ഇന്ന് വിധവയാവും ഉറപ്പാണോ. നമ്മൾ ഇതുപോലെ ഒരുപാട് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ, പക്ഷെ എല്ലാം പാഴായി പോയിട്ടുള്ളൂ അന്ന് വിക്രം പറയണേ. ഇത് അതുപോലെ അല്ലടാ, നീ മുരുകനെ കണ്ടില്ലേ, അവൻ ആത്മാർത്ഥത ഉള്ളവനാ, അവൻ എന്തായാലും ഈ പ്രാവശ്യം കാര്യം സാധിക്കും എന്ന് പറയണം. പ്രകാശം പറയുന്നുണ്ട്, ആ കല്യാണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവളെ ഒരു മുടിഞ്ഞ ജാതകമാണ്, എങ്ങനെയൊക്കെ അപകടം വന്നാലും അവളുടെ തലനാരിഴക്ക് രക്ഷപ്പെട്ട് അവള് പോകും. എടാ ഈ പ്രാവശ്യം അവൾക്കല്ലടാ കിരണിനാണ് അപകടം. കിരണി മരിച്ചു കിടക്കുമ്പോ അവൾ അടുത്തിരുന്ന് കരയണം കാണാൻ നല്ല രസമായിരിക്കില്ലേ. ഇന്ന് എന്തായാലും ആ അപകടം പറ്റും. എടാ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ല ചന്ദ്രസേനന്റെ ആ ഡെഡ് ബോഡി കാണാൻ വേണ്ടി പോയത്, എന്നിട്ട് നമ്മൾ അപമാനിച്ചു വിട്ടില്ല ഇല്ലടാ അവരെല്ലാവരും. അവർ കിട്ടുന്നൊരു പണിയാണ് കിട്ടാൻ പോണത്, നീ നോക്കിക്കോടെ, എത്രയും പെട്ടെന്ന് തന്നെ മുരുകൻ എന്നെ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിക്കും എന്ന് രാഹുൽ പറയാട്ടോ. ശേഷം കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ ഇങ്ങനെ വർക്ക് സൈറ്റിലേക്ക് ഇങ്ങനെ പോയിരിക്കട്ടെ. അപ്പൊ കാർ ഇങ്ങനെ പാർക്ക് ചെയ്തതിനു ശേഷം സൈറ്റിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. കയറുമ്പോഴേക്കും കിരൺ എട്ടിപ്പോവാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ നിലത്ത് വീണ് കിടക്കുവാട്ടോ. അയ്യോ ചേട്ടാ അത് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ആ ചേട്ടൻ മുഖത്തൊക്കെ ചോരയാണ്. ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ, അയ്യോ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ എവിടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്ത് കയറി നോക്കുമ്പോഴേക്കും ബാക്കി 2-3 ചേട്ടന്മാരുണ്ട്. അവരെല്ലാവരും തല്ലുകൊണ്ട് അടികൊണ്ട് അവശതയായിട്ട് ഒരു മൂലക്ക് കിടക്കുവാട്ടോ. അയ്യോ ചേട്ടന്മാരെ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോ അതിലൊരു ചേട്ടാ പതുക്കെ കണ്ണു തുറക്കണ്ട്. കിരൺ സാറേ, 2-3 ഗുണ്ടകൾ വന്ന് നമ്മളെല്ലാരും ആക്രമിക്കുമായിരുന്നു കിരൺ സാറേ. അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അവരെല്ലാരും കൂടി ഞങ്ങൾ ആക്രമിക്കുമായിരുന്നു. അപ്പോഴേക്കും കിരൺ ആകെ ദേഷ്യമായിട്ട് കിരൺ അവിടെ ചാടി എഴുന്നേറ്റ് കിരൺ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ 2-3 ഗുണ്ടകൾ ഓടി നിന്നിട്ട് കിരണിനെ ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ്. കിരൺ അപ്പൊ തന്നെ മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. പിന്നീട് കിരൺ അവരെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ മുരുകൻ വരുമ്പോ കിരൺ ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. മുരുകൻ ഒരുപാട് അടി കൊടുക്കുന്നുണ്ട്. മുരുകനും തിരിച്ചടി കൊടുക്കുന്നുണ്ടെങ്കിലും കിരണിന്റെ അത്ര മുരുകനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശേഷം 2 ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ കിരണിന്റെ 2 കൈയും ബന്ധിക്കുവാണ്. അതായത് 2 കൈയും പിടിച്ചു നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും മുരുകൻ ആ അറയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, തടിമില്ലിൽ അറക്കുന്ന ഒരു മെഷീൻ, ആ മെഷീൻ എടുത്ത് കിരണിന്റെ അടുത്തേക്ക് വരുവാട്ടോ. എന്നിട്ട് കിരൺ ചെറിയൊരു ടെൻഷനൊക്കെ ആ സമയത്ത് ആവുന്നുണ്ട്. കിരണിന്റെ കണ്ണിന്റെ അടുത്തേക്ക് അതിങ്ങനെ കൊണ്ടുവരുവാണ്. പെട്ടെന്നാണ് അയാളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ഗംഗപ്രസാദായിട്ട് എൻ്റർ ചെയ്യുന്ന ആളാട്ടോ അത്.
അങ്ങനെ കിരണിനെ ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ഗംഗപ്രസാദ്. ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ മുരുകൻ നിലത്തേക്ക് വീഴുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ പെരുമാറുവാട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എടോ കിരണെ ഒന്ന് സഹായിക്കണോ എന്ന് പറയാണ്. അങ്ങനെ കിരണും എല്ലാ ഗുണ്ടകളും അടിച്ചൊതുക്കണം. രണ്ടുപേരും കൂടെ ചേരുമ്പോഴേക്കും എല്ലാവരും എല്ലാ ഗുണ്ടകളും അടിച്ചോടിച്ച് അവിടുന്ന് ക്ലിയർ ആക്കുവാട്ടോ. ശേഷം കിരൺ പറയണ്ട, വളരെ നന്ദിയുണ്ട്, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജെറി ജോൺ എന്ന് പറയാണ്. നിങ്ങൾ ഇവിടെ അതൊക്കെ സൗകര്യമായിട്ട് പിന്നീട് പറയാം, എന്തായാലും ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജെറി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുവായിട്ട് കിരണും ജെറിക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അവിടെ ഇതാവുന്നുണ്ട്. അതിനുശേഷം ജെറി വണ്ടിയിൽ കയറുമ്പോഴേക്കും കിരണും കാറിൽ കയറാൻ വേണ്ടി ഇങ്ങനെ കാറിന്റെ ഡോറ് തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഗുണ്ട പുറകെ നിന്നിട്ട് കിരണിന്റെ തലമണ്ടക്കിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. കിരൺ അപ്പൊ തന്നെ ബ്ലഡ് ഒരുപാട് പോയിട്ട് അവിടേക്ക് ഇങ്ങനെ വീണ് കിടക്കുവാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ജെറി എന്നാണ് പറയുന്ന പേര്. ജെറി അവിടെ നിന്ന് വേഗം വരുവായിട്ട് ആ ഗുണ്ടനെ അടിച്ചു ഓടിക്കുന്നുണ്ട്. ശേഷം കിരണ് ഹലോ കിരൺ സാറേ, കിരണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഷോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ജെറി പൊക്കിയെടുത്ത് കാറിലേക്ക് കയറ്റി വേണം എന്റെ കാർ എടുത്തോണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരിയേട്ടനെയാണ്. ഹരിയേട്ടൻ ഒരു സ്ഥലത്ത് കല്യാണിനെ കാത്തോണ്ടിരിക്കുകയാണ്. കല്യാണി പണ്ട് എന്താ ഹരിയേട്ടൻ പെട്ടെന്ന് തന്നെ കാണുന്നു എന്ന് പറഞ്ഞത്, അത് കിരൺ സാറിന് ഒരു അപകടം. എന്റെ ഈശ്വര, അപകടമോ? എന്റെ കിരണേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കല്യാണി, എന്നെ ഒരു പുള്ളിക്കാരൻ വിളിച്ചാ പറഞ്ഞത് സിറ്റി ഹോസ്പിറ്റലാ, ഐസിയുല. അപ്പൊ കുറച്ച് അപകടം കൂടുതലായിരിക്കുമല്ലോ. ഞാൻ കിരണോട്ടനെ ഇന്നലെ തന്നെ പറഞ്ഞത് ആർക്കും എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇന്ന് രാവിലെ അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചത് നിങ്ങള്. ഈശ്വര, ഞങ്ങളുടെ പ്രാർത്ഥന ഒന്ന് ഭഗവതി നീ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കട്ടോ. കല്യാണി എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റുവാണ്. ശേഷം കല്യാണിനെ കൂട്ടിക്കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. കല്യാണി ഓടി ഐസുവിന്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും ഐസുവിന്റെ ഫ്രണ്ടിൽ തന്നെ ജെറി എന്ന് പറഞ്ഞിട്ട് ആ ഗംഗപ്രസാദ് നിൽക്കുന്നുണ്ട് കേട്ടോ. ജെറി അവിടെ നിൽക്കുമ്പോഴേ കല്യാണിനെ കാണുമ്പോഴേക്കും സൂക്ഷിച്ചു നോക്കാണ്. കല്യാണി അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി ചോദിക്കുന്നുണ്ട്, കല്യാണിയല്ലേ? ആ അതെ, ഞാനാ കിരണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, വളരെ ഉപകാരമുണ്ട്. അല്ല കിരണേട്ടൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ, അത് ഞാനിവിടെ ഞാൻ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലൊക്കെ ബിസിനസ് നടത്തുന്ന വലിയൊരു ബിസിനസ്മാൻ ആണ്. ഞാൻ കേരളത്തിലേക്ക് ഒരു സ്ഥലം വാങ്ങിച്ചിട്ട്, ഒരു ജീവിതത്തിന്റെ സ്ഥലം, അവിടെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി വെക്കണം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കമ്പനി നിങ്ങളുടെയാണെന്ന് കുറെ പേര് പറഞ്ഞു. നിങ്ങളെ കാണാൻ വേണ്ടിട്ട് തന്നെ വന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു വർക്ക് നടക്കുന്ന ഒരു സൈറ്റില് ആ വർക്ക് സൈറ്റ് കണ്ടിട്ട് ആ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സൈറ്റിലേക്ക് പോയത്. അവിടെ പോയപ്പോ കിരണിന് ഒരുപാട് ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാനും കിരണും ചേർന്നിട്ട് ആ ഗുണ്ടകളെ അടിച്ച് പദം വരുത്തിയിട്ടതിന് ശേഷം പറഞ്ഞു വിട്ടതാണ്. ശേഷം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് എവിടുന്ന ഒരു ഗുണ്ട വന്നിട്ട് കിരണിന്റെ തലയുടെ പുറകിലേക്ക് അടിക്കുമായിരുന്നു. അയ്യോ, എന്നിട്ട് കിരണിന്റെ ബോധം അപ്പൊ തന്നെ പോയായിരുന്നു. ബ്ലഡ് കുറച്ചധികം പോയി. അപ്പൊ തന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഡോക്ടർ എന്താ പറഞ്ഞത് ഏട്ടാ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല കല്യാണി, ഡോക്ടറെ കണ്ടില്ല എന്ന് പറയാണ്. കല്യാണി, എന്ന് ഞാൻ പോയിക്കോട്ടെ, എനിക്ക് കുറച്ച് അർജന്റ് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് തുടങ്ങി കുറെ നേരമായി, പക്ഷെ കിരൺ ഇങ്ങനെ കിടക്കുമ്പോ പോവാൻ തോന്നിയില്ല. ഞാൻ പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാം, വളരെ ഉപകാരമുണ്ട്, നിങ്ങൾ ദൈവമായിട്ട് അവിടെ എത്തിച്ചത്. അതൊന്നും വേണ്ട കല്യാണി, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇങ്ങനെയൊക്കെ വേണ്ടി സഹായിക്കാനായിട്ട്. ശരിയെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ജെറി അവിടെ നിന്ന് പോവുകയാണ്. ഒരു ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. ശേഷം കല്യാണി ഐസുവിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പൊട്ടിക്കരണ് ഈശ്വരൻ എന്ന് പറയുമ്പോഴേക്കും കണ്ടോക്കിരേണ്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണി. ശേഷം ജെറി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ കാർത്തിക വന്ന് ഇറങ്ങുന്നത്. കാർത്തിക ആകെ വല്ലാത്ത ടെൻഷനിൽ തന്നെ അകത്തേക്ക്, അതായത് ഹോസ്പിറ്റലിൽ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുവാട്ടോ. ജെറി പെട്ടെന്ന് കാർത്തികനെ കാണുന്നുണ്ട്. കാർത്തികനെ കാണുന്നത് നമ്മുടെ ഗംഗപ്രസാദിലുള്ള ജെറി അവിടെ നിന്ന് മറഞ്ഞു നിൽക്കുവാണ്. കാരണം മറഞ്ഞു നിൽക്കണമല്ലോ, കാർത്തികനെ കണ്ടു കഴിഞ്ഞാൽ തന്റെ പ്ലാൻ എല്ലാം പൊളിയല്ലോ. അതുകൊണ്ട് മറഞ്ഞു നിൽക്കുവാട്ടോ. അതുകൊണ്ട് കാർത്തിക ജെറിനെ കാണുന്നില്ല. കാർത്തിക വേഗം ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുവാണ്. ജെറി ഒന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.